എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഡിസംബർ 1 ലോകമെമ്പാടും എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മളെ HIV-നെയും എയ്ഡ്സിനെയും പറ്റി ബോധവാന്മാരാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾക്ക് ആർക്കും വലിയ അറിവില്ലല്ലോ ഇതിനെപ്പറ്റി. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾക്ക് കൂടുതൽ അറിവ് പകരാനും ബോധവാന്മാരാക്കുകയും ചെയ്യാനായിട്ട് ഇവര് ക്യാമ്പയിൻസും കാര്യങ്ങളും ഒക്കെ എന്താ പറയുന്നത് അറേഞ്ച് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന്. നമ്മൾക്ക് അറിയാമല്ലോ, ലോകമെമ്പാടും വളരെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു രോഗമാണ് HIV അല്ലെങ്കിൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. ഇത് വൈദ്യശാസ്ത്രത്തിന് പോലും ഭയങ്കരമായിട്ടൊരു വെല്ലുവിളിയാണ്. അപ്പം അതിന്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് നമ്മൾക്ക് മാറ്റാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം കാണും, പലർക്കും സംശയമുണ്ട് HIV-യും എയ്ഡ്സും ഒരേ കാര്യമാണോ എന്നുള്ളത്. അപ്പോൾ HIV-യും എയ്ഡ്സും ഒരേ കാര്യമല്ല, പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഒന്ന് വന്നിട്ടാണ് ഒന്നിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനു മുൻപ് ഈ വർഷത്തെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് പ്രതിസന്ധികളിൽ തളരാതെ പ്രതിരോധ മാർഗങ്ങളെ പുനർനിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് HIV എയ്ഡ്സ്, ഇത് എങ്ങനെയാണ് വരുന്നത്, ഇതിനെ പ്രതിരോധിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ HIV എന്ന് പറയുന്നത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അപ്പോൾ ഈ വൈറസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശേഷിയെ തകർക്കുന്ന ഒരു വൈറസാണ്. നമ്മുടെ ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്ന സെൽസ് എന്ന് പറയുന്നത് CD4 സെൽസ്, അതായത് വൈറ്റ് ബ്ലഡ് സെൽസ്. അപ്പം അങ്ങനെയാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ ആ സെൽസിനെ ഈ വൈറസ് അറ്റാക്ക് ചെയ്ത് തകർക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ പല പല അസുഖങ്ങൾ നമുക്ക് വരും. കാരണം നമ്മുടെ പ്രതിരോധശേഷി ഇല്ലല്ലോ, നമ്മൾക്കത് കുറഞ്ഞു വരുന്നതല്ലേ. എന്നിരുന്നാൽ തന്നെയും HIV ഉള്ളവര് മെഡിസിൻ കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. സാധാരണ ആൾക്കാരെ പോലുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റും. അപ്പോൾ അതാണ് HIV. ഇനി എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അപ്പോൾ ഇത് നമ്മുടെ HIV-യുടെ ഏറ്റവും ഗുരുതരമായ അവസ്ഥയാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, HIV ഉള്ളവര് മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എയ്ഡ്സിലേക്ക് പോകാതെ അത് തടയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനി വരും, നമ്മുടെ ശരീരത്തിന് ഭാരം കുറയും. പക്ഷെ എല്ലാവർക്കും ഒന്നും തുടക്കത്തിലൊന്നും ഭാരം കുറയുമൊന്നും ചെയ്യത്തൊന്നുമില്ല. പിന്നെ നമ്മൾക്ക് ചിലപ്പം അസുഖങ്ങളൊക്കെ പെട്ടെന്ന് പിടിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. കാരണം നമ്മുടെ എന്താ പറയുക, HIV എന്നുള്ളൊരു നമുക്കുണ്ടല്ലോ, നമ്മുടെ പ്രതിരോധശേഷി നമുക്ക് കുറവാണല്ലോ. പിന്നെ ഇതാണ് തുടക്കത്തിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇത് എയ്ഡ്സിലേക്ക് പോകുമ്പോഴത്തേക്കിനുള്ള അവസ്ഥയാണ് കണ്ടിന്യൂസ് നമുക്ക് പനി വരും, നമ്മുടെ ശരീരം നല്ലപോലെ ക്ഷീണിക്കും, നമുക്ക് വെയിറ്റ് കുറയും, പിന്നെ തുടർച്ചയായിട്ടുള്ള വയറിളക്കം, സ്കിന്നിനകത്ത് ചൊറിച്ചിൽ വരും, പിന്നെ സ്കിന്ന് ഒക്കെ ഭയങ്കര അങ്ങോട്ട് ഡ്രൈ ആയിട്ട് അതിനകത്ത് ലംബ്, അതായത് മുഴകളും കാര്യങ്ങളും ഒക്കെ വരും. അപ്പം പിന്നെ അസുഖങ്ങൾ പെട്ടെന്ന് എല്ലാ അസുഖങ്ങളും നമുക്ക് പിടിക്കും. കാരണം എയ്ഡ്സിൻ്റെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മുടെ പ്രതിരോധശേഷി മുഴുവനും തീരുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, അപ്പം ഇതാണ് HIV എയ്ഡ്സും ഉള്ള അതിൻ്റെ സിംറ്റംസ്. അപ്പം ഇതെങ്ങനെയാണ് വരുന്നത്? ഇത് വരുന്നത് പ്രധാനമായും 3 വഴിയിലാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ. അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം നേരത്തെ നമ്മൾ HIV എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കുമല്ലോ, ഓക്കെ അവര് ഒരു സുരക്ഷിതമല്ലാത്ത ഒരു കാര്യം അങ്ങനെ ചെയ്തിട്ടാണല്ലോ എന്ന് നമ്മൾ ഓർക്കുമല്ലോ. പക്ഷെ അങ്ങനെയല്ല, ഇത് വരാനായിട്ട് വേറെ വഴികളുണ്ട്. അടുത്തത് രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഇപ്പോൾ നമുക്ക് വേറൊരാളിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ ബ്ലഡ് കൊണ്ട് ഉൽപ്പാദിപ്പിച്ച് വേറെ എന്തെങ്കിലും കാര്യമോ, ലൈക്ക് പ്ലാസ്മ പോലുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളത് വേറൊരാളിൽ നിന്ന് അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിൽ നിന്ന് നമ്മളത് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഈ HIV ഉള്ള ഒരാളുടെ ബ്ലഡാണ് അവിടെ അത് കൊടുത്തതെന്നുണ്ടെങ്കിൽ നമ്മളത് സ്വീകരിക്കുന്നതിലൂടെ നമ്മൾക്കത് പകരും.
പിന്നെ സിറിഞ്ചും നീഡിൽസും ഒക്കെ ഒരാൾ ഉപയോഗിച്ച നീഡിലും സിറിഞ്ചും വേറൊരാൾ ഉപയോഗിക്കുമ്പോൾ ആ ആൾ ആദ്യം ഉപയോഗിച്ച ആൾ ഇൻഫെക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പകരും. ഇത് രണ്ടാമത്തത്. മൂന്നാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണിയായ ഒരാളിൽ നിന്നും കുഞ്ഞിലേക്ക്, അതായത് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് പകരുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇത് ഗർഭിണിയായിരിക്കുന്ന സമയത്തും പ്രസവ സമയത്തും മുലയൂട്ടുന്ന സമയത്തും ഇത് കുഞ്ഞിലേക്ക് പകരാം. പക്ഷേ HIV ഉള്ള ഒരമ്മ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇതിന് ആൻറ്റി റിട്രോവൈറൽ മെഡിക്കേഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇതെടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിലേക്ക് പകരുന്ന ഒരവസ്ഥയെ നമുക്ക് തടയാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരു 30% ഇത് തടയാനുള്ള ഒരു സാഹചര്യമുണ്ട് നമ്മൾ കറക്റ്റായിട്ട് മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് HIV ഉള്ള അമ്മമാർ ഇത് വെരി ഇമ്പോർട്ടൻ്റ്, വളരെ വളരെ പ്രധാനമുള്ളതാണ് നിങ്ങൾ മെഡിസിൻ എടുക്കുക എന്നുള്ളത്. പിന്നെ ഇതാണ് പറഞ്ഞ 3 കാരണങ്ങൾ. പിന്നെ ഇത് നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾക്കത് തടയാൻ പറ്റുന്നത്? അപ്പോൾ ആദ്യം പറയേണ്ടത് നമ്മുടെ എന്താ പറയുക, ഒരു സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം അത് ചെയ്യാതിരിക്കുക. നിങ്ങൾ പ്രിക്കോഷൻസും കാര്യങ്ങളും ഒക്കെ അത് കറക്റ്റായിട്ട് എടുക്കുക. പിന്നെ നമ്മൾക്ക് ബ്ലഡ് സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ മേക്ക് ഷുവർ ചെയ്യണം ആ ബ്ലഡ്, നമ്മൾ സ്വീകരിക്കുന്ന ആ ബ്ലഡ് HIV അഗെയിൻസ്റ്റ് ആയിട്ട് അത് ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അത് കൺഫേം ചെയ്യണം. പിന്നെ സിറിഞ്ചും നീഡിലും മറ്റുള്ളവർ ഉപയോഗിച്ചത് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ അമ്മമാർ ഇങ്ങനെ കറക്റ്റായിട്ട് മെഡിസിൻ എടുക്കുക ഗർഭിണിയായിരിക്കുന്നവരെ. അപ്പം അങ്ങനെ ഈ വഴികളിലാണ് നമുക്ക് തടയാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് പകരാതിരിക്കുന്ന വഴികൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പം നമുക്ക് എല്ലാവർക്കും എന്താ പറയുന്നത്, ഈ HIV ഉള്ളവരെയും അല്ലെങ്കിൽ എയ്ഡ്സ് ഉള്ളവരെ സമൂഹത്തിൽ അകറ്റി നിർത്തുന്ന ഒരു പ്രവണതയുണ്ടല്ലോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പേടിയായിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് അറിയത്തില്ല അത് എങ്ങനെയാണ് അത് പകരുന്നതെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത് പകരാത്ത മാർഗങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ അവർക്ക് HIV ഉള്ള അല്ലെങ്കിൽ എയ്ഡ്സ് ഉള്ള ആൾക്ക് ഒരു കൈ കൊടുത്തത് കൊണ്ടോ, ഇപ്പം അവർ ചുമയ്ക്കുമ്പോൾ അത് നമ്മുടെ ദേഹത്ത് വീണത് കൊണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൊതുക്, ഇപ്പം അവരെ കടിച്ച കൊതുക് ഇപ്പം നമ്മളെ കടിക്കുന്നത് കൊണ്ടോ, അങ്ങനെയൊന്നും ഇത് പകരത്തില്ല. ഇപ്പം നമ്മൾക്ക് അവരുമായിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച പാത്രങ്ങൾ അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത് കൊണ്ടും ഇത് വരത്തില്ല. പിന്നെ പബ്ലിക് ടോയ്ലറ്റ്സും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ടോയ്ലറ്റ്സും അല്ലെന്നുണ്ടെങ്കിൽ സ്വിമ്മിങ് പൂള് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയും അല്ലെങ്കിൽ അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടൊന്നും ഇത് പകരത്തില്ല കേട്ടോ. ആൾക്കാർക്ക് ഭയങ്കരമായിട്ടൊരു തെറ്റിദ്ധാരണ ഉള്ളൊരു കാര്യമാണ് അത്. ഇപ്പം ഈ വഴിയൊന്നും അത് പകരത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 3 കാരണങ്ങൾ കൊണ്ടേ അത് പകരത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം എന്താ പറയുന്നത്, നമ്മൾക്ക് എനിക്കറിയത്തില്ല, നാട്ടിലെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അത് വെബ്സൈറ്റ് ഞാൻ ഇട്ടേക്കാവേ. കേരള സർക്കാരിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. നമ്മൾക്കെന്താ അതിനെപ്പറ്റി കൂടുതൽ അറിവ് വരാനും നമ്മൾക്കത് വായിക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഞാനത് എൻ്റെ കമൻറ്റിൽ ഞാൻ ഇട്ടേക്കാം, അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാവേ. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മളിപ്പം ഇതൊരു 72 hours ടൈം ഫ്രെയിം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾക്ക് ആദ്യം ഇത് വന്നു കഴിഞ്ഞാൽ ചില ആഴ്ചകൾ നമുക്ക് ഒരു സിംറ്റംസ് ഇല്ലാതെ പോകും. പിന്നെ ആർക്കെങ്കിലും ഇപ്പം ഇതിങ്ങനെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഒരു 72 hours മുന്നം നിങ്ങളത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് മെഡിസിൻ എടുക്കാൻ തുടങ്ങണം. അത് ആ 72 hours വളരെ ക്രൂഷ്യൽ പീരിയഡാണ്. പിന്നെ നമ്മൾക്ക് ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ എന്താ പറയുക, സർക്കാർ ആശുപത്രികളിൽ അതിനുള്ള സൗകര്യമുണ്ട്. കൗൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് പ്രവർത്തിക്കുന്നുണ്ട് മിക്ക സർക്കാർ ആശുപത്രികളിലും. ഇപ്പം അങ്ങനെ സംശയമുള്ളവരൊക്കെ അത് എത്രയും പെട്ടെന്ന് ടെസ്റ്റ് ചെയ്ത് മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരാളെയും പോലെ നിങ്ങൾക്ക് സാധാരണ ജീവിതം നയിക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ളവരെ നമ്മൾ ചേർത്ത് പിടിക്കുക. അവർക്ക് ഭയങ്കരമായിട്ടും എന്താ പറയുന്നത്, ഒരു മാനസിക സപ്പോർട്ടാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ അവരെ ഒറ്റപ്പെടുത്താതെ നമ്മളിങ്ങനെ അവരുമായിട്ട് ഇടപഴകുന്നത് കൊണ്ട് നമ്മൾക്കത് പകരുമെന്നുള്ള ഒരു ചിന്ത മാറ്റി വെച്ചിട്ട് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ആ ഫാമിലീനെ
നമ്മുടെ സമൂഹത്തിൽ നിന്നും ഒഴിവാക്കാതെ അപ്പോൾ അവരെ നമ്മൾ ചേർത്ത് പിടിക്കുക. കാരണം അവർക്ക് ഏതെങ്കിലും തരത്തിലായിക്കോട്ടെ അവർക്കിത് വന്നതേ ഇല്ലേ, പക്ഷെ അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ എന്ത് പറയാനായിട്ടാണ് അല്ലേ. അപ്പം അതുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ദിവസം എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വേറൊരാളോട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ കൂടെ ബോധവാന്മാരാക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമല്ലേ ഇല്ലേ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിനും എന്നെ കേട്ടതിനും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാവുന്നതാണ്. ഞാൻ അറിയാവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.